സർവകലാശാലയിൽ സംഭവിക്കുന്നതെന്ത്? കേരള സർവകലാശാലയിലെ തർക്കങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഇന്ന് ഹൈക്കോടതി ഇടപെട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫും തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണയും ചേരുന്നുണ്ട്. പ്രദീപ് ജോസഫ്, ഈ ഹൈക്കോടതി ഇന്ന് ഇടപെട്ടില്ല, അപ്പോൾ ഫലത്തിൽ രജിസ്ട്രാർക്ക് തുടരാം എന്നൊരു സാഹചര്യമല്ലേ വരുന്നത്? വി സിയുടെ തീരുമാനത്തിന് തിരിച്ചടി ഏൽക്കുന്ന നിലയിലാണോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ? നിലവിലെ സാഹചര്യത്തിൽ രജിസ്ട്രാർക്ക് തൽസ്ഥാനത്ത് തുടരാം എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം രജിസ്ട്രാർ തൽസ്ഥാനത്ത് തുടരുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അത്തരത്തിലൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ റദ്ദാക്കുകയും അദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നതായി ഹർജിക്കാരൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിൽ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഡോക്ടർ സിസ തോമസിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുകയുണ്ടായി. ഡോക്ടർ സിസ തോമസിന് വേണ്ടി സർവകലാശാലയുടെ അഭിഭാഷകനല്ല, അവർ സ്വമേധയെ ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ഹാജരായത്. ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്ന അങ്ങനെ പരിഗണിക്കേണ്ടത് ഉണ്ട് എങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അത് പരിശോധിക്കട്ടെ എന്നൊരു വാക്ക് മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഒരുപക്ഷെ സിൻഡിക്കേറ്റ് തന്നെയാവാം, അതല്ലെങ്കിൽ ചാൻസലർക്കാവാം. ആരാണോ ബന്ധപ്പെട്ട ആളുകൾ, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ അവർ പരിശോധിക്കട്ടെ എന്നൊരു നിലപാട് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റ് വിമർശനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉത്തരവുകളോ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് തൽക്കാലം എന്തായിരുന്നാലും അതേ സ്ഥാനത്ത് തുടരാം എന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സിൻഡിക്കേറ്റ് അംഗത്തിന് രൂക്ഷമായ വിമർശനവും ആണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഹൈക്കോടതിയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആവശ്യമെങ്കിൽ ക്രിമിനൽ കോടതി രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പോലും ഈ ഫേസ്ബുക്ക് നടപടികളുടെ പേരിൽ ക്രിമിനൽ കോടതി രക്ഷാ നടപടികൾ പോലും സ്വീകരിക്കാവുന്നതാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രശാന്ത് കൃഷ്ണ കൂടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചേർന്നുണ്ട്. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഹൈക്കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ തുടർ കാര്യങ്ങൾ എന്ന നിലയിലായിരുന്നു. പക്ഷേ കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ? രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. ഫലത്തിൽ വി സിയുടെ തീരുമാനം അത് അങ്ങനെ നിൽക്കുന്ന നിലയിൽ സിൻഡിക്കേറ്റ് ഇന്നലെ എടുത്ത നടപടി അത് ശരിയാണ് എന്ന് വരികയല്ലേ? രതീഷ്, വി സി നടപ്പാക്കിയ സസ്പെൻഷൻ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് അത് താൽക്കാലിക വി സിയുടെ അസാന്നിധ്യത്തിൽ പുനഃസ്ഥാപിച്ചു. അതായത് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഈ വിഷയം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സിസ തോമസിന്റെ അഭിഭാഷകൻ ഇതിന്റെ നിയമസാധുത പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതിൽ ഇടപെട്ടില്ല. അതിന്റെ നിയമസാധുത ബന്ധപ്പെട്ടവർക്ക് പരിശോധിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതായത് രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഒഴിവാക്കിയ നടപടിക്കുള്ള അംഗീകാരമായാണ് ഇന്നത്തെ ഹൈക്കോടതിയിലെ സംഭവവികാസങ്ങളെ സിൻഡിക്കേറ്റ് കാണുന്നത്. സിൻഡിക്കേറ്റ് ആ നിലയിൽ തന്നെയാണ് വ്യാഖ്യാനിച്ചത്. അപ്പോഴും ഇതൊരു നിയമ പോരാട്ടം, വാക്പോരും തമ്മിലടിയും എല്ലാം തന്നെ സർവകലാശാലയിലേക്ക് എത്തുന്നു. സർവകലാശാല, വി സി, അതുപോലെ തന്നെ ചാൻസലറായ ഗവർണർ, രാജ്ഭവൻ അടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ തർക്കങ്ങൾ മാറുന്നു. കാരണം വി സി മോഹനൻ കുന്നുമ്മലും ചാൻസലറായ ഗവർണറും രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതാണ് ശരി എന്ന നിലപാടിലേക്ക് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. താൽക്കാലിക ചുമതല നൽകിയ സിസ തോമസും ആ നിലയിൽ തന്നെയാണ് ഇന്ന് രാവിലെയും കാര്യങ്ങളെല്ലാം നീക്കിയത്. അതേസമയം സിൻഡിക്കേറ്റ് ആകട്ടെ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിലെ സസ്പെൻഷൻ പിൻവലിച്ച തീരുമാനത്തിന് ശരിവെച്ചതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാട്, ഇടപെടാത്ത നിലപാട് എന്ന വ്യാഖ്യാനം നിലനിൽക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തുടർ നീക്കങ്ങൾ വി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. കാരണം വി സി 9-ാം തീയതി റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തും. ചാൻസലറുടെ ഭാഗത്തുനിന്ന് രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ ഉണ്ടാകാം. അപ്പോഴും ഇതെല്ലാം നിൽക്കുമ്പോഴും ഇന്നിപ്പോൾ നിലവിലെ സ്റ്റേറ്റസ് രജിസ്ട്രാർ എന്ന നിലയിൽ KS അനിൽകുമാർ ഉണ്ട്. ഒപ്പം ഇന്ന് രാവിലെ സിസ തോമസ് രജിസ്ട്രാർ സ്ഥാപനത്തിൽ ഒരു കസേരയിൽ 2 പേർ എന്ന കസേര കളിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഹൈക്കോടതി ഇടപെടാതെ വന്നപ്പോൾ നേരത്തെയുള്ള രജിസ്ട്രാർ ആ പദവിയിൽ തുടരുന്നു. വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് നിയോഗിച്ച പുതിയ ഉദ്യോഗസ്ഥ അവരും ആ പദവിയിലേക്ക്. അപ്പോൾ കേരള സർവകലാശാലയ്ക്ക് ഫലത്തിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാരാണ്. അതെ. അതായത് ഈ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചുകൊണ്ട് തന്നെ KS അനിൽകുമാർ, രജിസ്ട്രാർ KS അനിൽകുമാർ ആ സ്ഥാനത്തേക്ക് വീണ്ടും എത്തി. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹം ചുമതലയെടുത്തു. ഇന്നും അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട്. എന്നാൽ സിസ തോമസ് താൽക്കാലിക വി സി
പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതലയും നൽകി. അപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ പറഞ്ഞത് ഈ ഉത്തരവ് ഇന്ന് രാവിലെ ഈ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇറക്കിയ ഉത്തരവ് അത് അടിയന്തരമായി പിൻവലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർക്കെതിരായ നടപടികളും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടികളും എല്ലാം തന്നെ ഇന്ന് രാവിലെ സിദ്ധാർത്ഥ തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും സിൻഡിക്കേറ്റിനാണ് പൂർണ്ണ അധികാരം. അത് സ്റ്റാറ്റ്യൂട്ടും സർവകലാശാല നിയമവും അനുവദിച്ച് നൽകുന്നതാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിൻഡിക്കേറ്റ്. അതുകൊണ്ട് തന്നെ നിലവിൽ രജിസ്ട്രാർ എന്ന നിലയിൽ സർവകലാശാലയുടെ ഭരണകേന്ദ്രമായ സിൻഡിക്കേറ്റ് വിലയിരുത്തുന്നത്, സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നത് KS അനിൽകുമാറിനെയാണ്, രജിസ്ട്രാറെയാണ്. സിദ്ധാർത്ഥ തോമസ് താൽക്കാലിക VC പകരം ചുമതല നൽകിയ മിനി കാപ്പൻ ആണ് രജിസ്ട്രാർ, അല്ലെങ്കിൽ അവർക്കാണ് ചുമതല എന്നത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നുമില്ല. ഏതായാലും ചാൻസലറായ ഗവർണറുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കൂടുതൽ സങ്കീർണമാകും വിഷയം. ശരി, ചാൻസലറായ ഗവർണറുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ അധികാരികൾ അവർ തീരുമാനിക്കട്ടെ എന്ന നിലയിൽ വിഷയത്തിന്റെ കൂടുതൽ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടക്കാത്ത സാഹചര്യത്തിൽ ചാൻസലറുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്, സിൻഡിക്കേറ്റിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്, വൈസ് ചാൻസലറുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ തർക്കം ഇവിടെ അവസാനിക്കില്ല, കസേരകളി ഇനിയും തുടരും, ഇനിയും നിയമ പോരാട്ടം ഉണ്ടാകും എന്നത് തന്നെയാണ് ഇന്നും വ്യക്തമാകുന്നത്. ശ്രീ PS സഞ്ജീവ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നമുക്കൊപ്പമുണ്ട്. ഒപ്പം ശ്രീ RS ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധി, അദ്ദേഹവും നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ആദ്യം ശ്രീ PS സഞ്ജീവിലേക്കാണ്. സഞ്ജീവ്, SFI വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ തോമസിന് വൈസ് ചാൻസലറെ ചുമതല നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നു. നേരത്തെയുള്ള VCക്കെതിരെ വലിയ പ്രതിഷേധം ഇന്നും കണ്ടതാണ്. അതിനിടയിലാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിൽ ഇടപെടാതെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് വരുന്നത്. ഇത് സിൻഡിക്കേറ്റിന്റെ വിജയമായി കാണുന്നുണ്ടോ? സിൻഡിക്കേറ്റ് സ്വീകരിച്ചതാണ് യഥാർത്ഥ സമീപനം എന്ന നിലയിലാണോ ഈ കോടതി വിധിയെ നിങ്ങൾ സ്വീകരിക്കുന്നത്, കോടതി ഇടപെടൽ നിങ്ങൾ സ്വീകരിക്കുന്നത്? കേരളത്തിലെ ഏതൊരു മാധ്യമങ്ങൾക്കും ഏതൊരു സാധാരണക്കാരനും ഈ നിമിഷം മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സർവകലാശാലകളെ പൂർണ്ണമായും അതിൻ്റെ ആന്തരികമായി അതിനെ തകർക്കുക, ഇന്റേണലി അതിനെ പൂർണ്ണമായും തകർക്കുക എന്ന സംഘപരിവാർ ലക്ഷ്യമാണ് ഗവർണറിലൂടെ RSS ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അത് കേരളത്തിലെമ്പാടും സർക്കാരിനെ മറികടന്ന് ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള VCമാരുടെ പ്രവർത്തനം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരൊക്കെ അതത് സർവകലാശാലകളിൽ ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നവരാണ്. അവിടെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, കൃത്യമായി ഇടപെടാൻ കഴിയാതെ, കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കാതെ, പരീക്ഷകളും മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ പോരായ്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വലിയ തോതിൽ സംഘപരിവാർ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇടങ്ങളാക്കി ഇതിനെ മാറ്റുകയാണ്. അപ്പൊ അതിന് വിഘാതമായി സർവകലാശാല നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരെ ഇങ്ങനെ യാതൊരുവിധ ജനാധിപത്യ മര്യാദയും ഇല്ലാതെ, യാതൊരുവിധ നിയമസാധുതയും ഇല്ലാതെ സസ്പെൻഡ് ചെയ്തതിനെ നമ്മൾ ഏതെങ്കിലും സിൻഡിക്കേറ്റിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചുമതലയിരിക്കുന്ന ആളുകളുടെ തമ്മിലുള്ള യുദ്ധമായിട്ടല്ല അത് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ തെറ്റായ ഒരു ചെയ്തി അവിടെ നടന്നിരിക്കുന്നു. രജിസ്ട്രാറെ യാതൊരുവിധ കാരണവുമില്ലാതെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഷനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയാണ് ചെയ്തത്. ആ സസ്പെൻഷൻ ശരിയല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. റൂൾ 1013 ആണ് VC ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ രജിസ്ട്രാർക്കെതിരെ അത് ഉപയോഗിക്കാൻ യാതൊരുവിധ മാൻഡേറ്റും അദ്ദേഹത്തിന് ഇല്ല. അത് മാത്രമല്ല, അത് ഉപയോഗിച്ച് അദ്ദേഹത്തെ രജിസ്ട്രാർ ആയിട്ടുള്ള ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ല. ജോയിന്റ് രജിസ്ട്രാർക്ക് തൊട്ട് താഴോട്ടുള്ളവരെ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. സിൻഡിക്കേറ്റിന്റെ അനുവാദം വേണം. അപ്പൊ അങ്ങനെ ഒരു അനുവാദം ഇല്ലാതിരിക്കെ പൂർണ്ണമായും നിയമവിരുദ്ധമായി ചെയ്തൊരു പ്രവൃത്തിയെ അതിപ്പോ ഹൈക്കോടതി അടക്കം അത് നിരീക്ഷിക്കുന്നു. അത് തീരുമാനിക്കുന്നവർക്ക് ആ നിലയിൽ അത് തീരുമാനിച്ചു പോകാം എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ RS ശശികുമാർ, ഇപ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് അതാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന സ്റ്റാൻഡിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രജിസ്ട്രാർക്ക് തുടരാൻ കഴിയും. അപ്പോൾ ഒരു കസേരയിൽ 2 പേർ എന്ന നിലയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ അക്കാദമിക നിലവാരം ഉയർത്തലാണല്ലോ നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചർച്ചയുടെയൊക്കെ ആകത്തുക. പക്ഷേ അവിടെ നടക്കുന്നത് അതല്ല എന്നത് കേരളമാകെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഹൈക്കോടതി ഇന്നൊരു സ്റ്റാൻഡ് സ്വീകരിക്കാത്തത് അതിനി തുടർ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഒപ്പം VCയുടെ ഇടപെടൽ സ്വാഭാവികമായി ഉണ്ടാവില്ലേ? ചാൻസലറുടെ ഇടപെടൽ ഉണ്ടാവില്ലേ? സിൻഡിക്കേറ്റ് വീണ്ടും ഇടപെടില്ലേ? എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്?
കഴിഞ്ഞ 88 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ 1937 ആരംഭിച്ച കേരള സർവകലാശാലയിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ആദ്യമായിട്ടുണ്ടാവുകയാണ്. സിൻഡിക്കേറ്റ് ഒരു ചേരിയിലും വൈസ് ചാൻസലർ മറ്റൊരു ചേരിയിലും നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഈ അവസ്ഥാവിശേഷം ഉണ്ടാക്കിയതിന് മുഖ്യ കാരണക്കാർ എടുത്ത് ഞാൻ പറയട്ടെ CPM എന്ന് പറയുന്ന ഒരു കക്ഷി മാത്രമാണ്. കാരണം ഇവർ സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കാൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാവ്യവൽക്കരണം എന്നുള്ള മറ്റൊരു പരിപാടിയുമായി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. വാസ്തവത്തിൽ കാവ്യവൽക്കരണമായാലും ചുവപ്പുവൽക്കരണമായാലും ത്രിവർണ്ണവൽക്കരണമായാലും സർവകലാശാല ഇതിൽ നിന്ന് ഒഴിവാവണം, രാഷ്ട്രീയത്തിന് അതീതമാകണം. സിൻഡിക്കേറ്റിലോ അല്ലെങ്കിൽ വൈസ് ചാൻസലറായിട്ടോ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർ വരട്ടെ, ക്വാളിറ്റി ഉള്ളവർ വൈസ് ചാൻസലറായിട്ട് വരണം, സിൻഡിക്കേറ്റിൽ ക്വാളിറ്റി ഉള്ളവർ വൈസ് ചാൻസലറായിട്ട് വരണം. ഇവിടെ സിൻഡിക്കേറ്റ് എന്താണെന്നോ സർവകലാശാല നിയമം എന്താണെന്നോ അറിയാതെ നമ്മുടെ ചില തെരുവ് ഗുണ്ടകളെ പോലെ സർവകലാശാല സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും സിൻഡിക്കേറ്റിലിരുന്ന കേരളയിലും കാലിക്കറ്റിലും കുസാറ്റിലും സിൻഡിക്കേറ്റിലിരുന്നതാണ്. അന്നൊക്കെ ഇടതുപക്ഷ അംഗങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെ നടന്നതെന്താ? കേരള സർവകലാശാല സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്ത നടപടിയെക്കുറിച്ച് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു, വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്, സബ്ജക്ട് ടു റിപ്പോർട്ടിംഗ് ടു സിൻഡിക്കേറ്റ്. ശ്രീ RS ശശികുമാർ, അങ്ങ് ഈ സമിതികളിലൊക്കെ ഇരുന്ന് പരിചയമുള്ള ആളാണ്, ദീർഘകാലമായി യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ്. പക്ഷേ ഫലത്തിൽ വൈസ് ചാൻസലറുടെ തീരുമാനം അത് തെറ്റായില്ല, അത് തെറ്റാണ് എന്നതല്ലേ ഇന്ന് ഹൈക്കോടതിയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സിൻഡിക്കേറ്റിന് അംഗീകാരം ലഭിക്കലല്ലേ ഫലത്തിലുണ്ടായത്? അല്ല, അത് നിയമപരമായിട്ടുള്ള സിൻഡിക്കേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ വിളിച്ചു കൂട്ടിയത് ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടിയാണ്. ഈ ഇഷ്യൂ അന്ന് ഇയാൾ രജിസ്ട്രാർ കേസ് വിഡ്രായിട്ടില്ല, കേസ് ഇസ് പെൻഡിങ് ബിഫോർ ദ കോർട്ട്. അതുകൊണ്ട് സബ്ജുഡീസ് ആവുമെന്നുള്ളതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർ പിരിച്ചുവിട്ട യോഗം മറ്റൊരു മെമ്പറെ അധ്യക്ഷനായിക്കൊണ്ട് ചേർന്നാൽ അതെങ്ങനെ വാലിഡ് ആവും? അത് വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ നിലപാടാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് AK സെൻറ്ററിൽ നിന്ന് കൂടിയതിന് ശേഷം ഞങ്ങൾ യോഗം ചേർന്നു, ഞങ്ങളൊരാളിനെ ഷെയർ ചെയ്യാൻ അനുവദിച്ചു, ഇതാണ് സിൻഡിക്കേറ്റ് തീരുമാനം എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ സിസ തോമസിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. നിയമവിരുദ്ധമായാണ് അവിടെ സിൻഡിക്കേറ്റ് ചേർന്നത്, അങ്ങനെയാണ് ഇന്നലെ ആ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ കോടതി അവിടെ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ സിൻഡിക്കേറ്റിന്റെ ഭാഗം ശരി എന്ന് വരികയല്ലേ? അല്ല, അതിൽ കോടതിയുടെ നിലപാടാണ് ശരി. കാരണം ഇവിടെ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ കേസ് പിൻവലിക്കുന്നു, കോടതി അംഗീകരിക്കുന്നു. അടുത്തത് ഇത് നിയമവിരുദ്ധമായിട്ടാണ് സിൻഡിക്കേറ്റ് കൂടിയെന്നൊരു കേസ് കോടതിയുടെ മുമ്പിൽ ഹർജിയായിട്ട് വന്നിട്ടില്ല. അത് കോടതിയിൽ നമ്മുടെ അഭിഭാഷകൻ പറഞ്ഞു. അപ്പോൾ എന്താണ് പോകാൻ വഴി? അതുപോലെ വൈസ് ചാൻസലർക്ക് ഇതിനകത്ത് തെറ്റാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ അറിയിക്കുക. കോമ്പിറ്റൻ്റ് അതോറിറ്റി ആരാ? ചാൻസലർക്ക് സിസ തോമസ് റിപ്പോർട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഗവർണർക്കല്ല ആർക്ക് തന്നെ ഒന്ന് നിയമം മറിച്ച് നോക്കുന്നവർക്കറിയാം ഈ നടത്തിയിരിക്കുന്നത് മോക്കറിയാണെന്ന്. തീർച്ചയായിട്ടും ചാൻസലർ 1-2 ദിവസത്തിനുള്ളിൽ പരിശോധിച്ചിട്ട് ഈ കഴിഞ്ഞ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കപ്പെടും. അത് റദ്ദാക്കപ്പെടുന്നതോടുകൂടി തന്നെ രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അനധികൃത സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറായി അവരോധിക്കപ്പെട്ടയാൾ പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് നടന്നിരിക്കണം. ഫലത്തിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാരാണ് കേരള സർവകലാശാലയ്ക്ക് ഉള്ളത്. അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യമാണ്. ഒരു കസേരകളുടെ അന്തരീക്ഷത്തിൽ അവിടെ നിൽക്കുകയാണ് കാര്യങ്ങൾ, നിൽക്കുകയാണ്. അപ്പോൾ ചാൻസലർ വന്ന് വീണ്ടും വൈസ് ചാൻസലറുടെ നിലപാടിന് VCയുടെ നിലപാടിന് അനുകൂലമായൊരു തീരുമാനമെടുത്താൽ അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഏത് പോയിന്റിൽ അവസാനിക്കും? അത് എന്തായാലും അത് അവസാനിച്ചാലേ പറ്റുള്ളൂ. ഈ രാജ്യത്ത് നിയമമില്ലേ? ഈ രാജ്യത്ത് സർവകലാശാല നിയമമുണ്ട്, ആക്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ട് ചാൻസലർ എടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അതിനെ കോടതി ചോദ്യം ചെയ്യട്ടെ. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ സർവകലാശാലകൾക്ക് എന്തുമാത്രം ഗുണം ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിനനുസരിച്ച് പോകണ്ടേ? ഇങ്ങനെ സിൻഡിക്കേറ്റ് കൂടാൻ അധികാരമുണ്ടെന്ന് അവരാരെങ്കിലും പറയട്ടെ? ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇതേപോലെ ഒരു സംഭവം നടന്നു KTU സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ ശിവപ്രസാദിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അജണ്ട അനുവദിച്ചില്ല. അതിനെ തുടർന്ന് അദ്ദേഹം യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒന്നിച്ചേർന്ന് യോഗം ചേർന്നു. എന്തായി തീരുമാനം? ഒരു തീരുമാനം എടുത്തില്ല. തീരുമാനം അദ്ദേഹം റദ്ദാക്കിയെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അത് ബലപ്രയോഗത്തിലൂടെ മെജോറിറ്റിയിലൂടെ നിയമത്തിനെ ഏത് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് കരുതിയാൽ അത് തീർച്ചയായിട്ടും കോടതിയല്ല ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ശ്രീ PS സഞ്ജീവ്, ഇപ്പോൾ ഒന്ന് നിയമവിരുദ്ധമായിട്ടാണ് സിൻഡിക്കേറ്റ് ചേർന്നിരിക്കുന്നത്. അത് രാഷ്ട്രീയ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്.
ചുവപ്പുവൽക്കരണമാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതിനെ ഇപ്പോൾ കാവ്യവൽക്കരണം എന്ന മറുഭാഗം കൂടി ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ്. തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് നിങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് CPM ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരെ ശ്രീ RS ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഫോറത്തിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായ ഇടപെടൽ സർവകലാശാലയാകെ ദുർബലമാക്കുന്നു, അതിന്റെ അക്കാദമിക നിലവാരം ഇല്ലാതാക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിന്റെ ആശങ്ക. ആശങ്ക കുറേയൊക്കെ ശരിയുമല്ലേ? അങ്ങയ്ക്കും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ? പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്ന സ്വയംഭൂവായ പ്രതീതി യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗമായിട്ട് CPM എനിക്കങ്ങനെ ഒരു ആശങ്കയുണ്ട്. അങ്ങയുടെ ആശങ്കയുടെ അടിസ്ഥാനങ്ങൾ പറയൂ. എന്തൊക്കെയാണ്? അക്കാദമിക നിലവാരം വളരെ മെച്ചപ്പെടുത്താൻ വേണ്ടി വലിയ പരിശ്രമം നടക്കുന്നതാണല്ലോ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. അങ്ങനെയാണല്ലോ സർക്കാരും ഒക്കെ ഉദ്ദേശിക്കുന്നതും. നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി ഇപ്പോൾ പഠിക്കാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട 3 സർവകലാശാലകളുള്ള സംസ്ഥാനമാണ് സർവകലാശാലകളുടെ നിലവാരം കുറെ കൂടി ഉയരണ്ടേ? അവിടെയാണ് ഈ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. അതാണ് അങ്ങക്ക് അടിസ്ഥാനമായിട്ട് അതിന് വിഘാതമായി സർക്കാർ എടുത്ത നിലപാട് എന്താണെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞാൽ ഞാൻ അതിനോട് പ്രതികരിക്കാം. അങ്ങ് പറയൂ. സർക്കാർ എടുത്ത നിലപാടല്ലോ ഇപ്പോൾ വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങൾ സർക്കാർ അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനും പറയാം. പക്ഷേ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയല്ലേ ഈ സർവകലാശാല ആസ്ഥാനത്ത്? ഇതല്ലേ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഞാൻ അതാ പറഞ്ഞത്. രാജ്യത്തെ ഉയർന്ന സർവകലാശാലകളിൽ 3 എണ്ണത്തിൽ ആദ്യ 20 എണ്ണത്തിൽ വരുന്നതിൽ പ്രധാനപ്പെട്ട 3 എണ്ണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം അത്രത്തോളം മുന്നോട്ട് വന്ന അതിൽ തന്നെ കേരള സർവകലാശാല NAC അക്രഡിറ്റേഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർവകലാശാല, കൂടുതൽ മുന്നോട്ട് പോകേണ്ട ഒരു സർവകലാശാല, അതിനനുസരിച്ച് പ്രവർത്തനം നടക്കുകയാണ്. അപ്പൊ ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗമായും അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇതെന്തോ CPM-ന്റെ പ്രശ്നമാണ്, ഇടതുപക്ഷത്തിന്റെ പ്രശ്നമാണ്, അതെന്തോ കണ്ണിൽ മുഴുവൻ CPM വിരുദ്ധതയുള്ളവരുടെ തിമിരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓപ്പൺ ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞ ചുവപ്പുവൽക്കരണത്തിന്റെ ഭാഗമായി, അദ്ദേഹം ഉപയോഗിച്ച ടേം അതാണല്ലോ, ചുവപ്പുവൽക്കരണത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ ഇതുപോലെ RSSന്റെ പ്രതിനിധികളെ തിരികെ കയറ്റിയതുപോലെ എവിടെയാണ് ഈ CPM-ന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചുവപ്പുവൽക്കരണം നടന്നിട്ടുള്ളത്? നോക്കൂ, കഴിഞ്ഞ ഒരു നിമിഷം ഞാനിതിൽ അങ്ങേമായ ഒരു തർക്കത്തില്ല. പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് വിളിച്ചു പറയല്ല. ഞാൻ വസ്തുതാപരമായാണ് നിങ്ങളോട് ചർച്ചയ്ക്ക് ഉദ്ദേശിച്ചില്ല, പക്ഷേ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ കേരള സർവകലാശാലയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം എത്ര കാലമാണ് നിയമ നടപടികളിൽ പെട്ടുപോയത്? കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റി ലിസ്റ്റ് ഉണ്ടാക്കി എന്ന ആക്ഷേപമല്ലേ ഉണ്ടായിരുന്നത്? അന്ന് ഇന്റർവ്യൂലൊക്കെ തള്ളിക്കളഞ്ഞ ആളുകൾ പിന്നീട് സിവിൽ സർവീസിലേക്ക് വന്നു. ആക്ഷേപവുമായി ബന്ധപ്പെട്ട ലോകായുക്തയിൽ എത്ര കാലം കേസ് നടന്നതാണ്? അങ്ങനെ പെട്ടെന്ന് കേരളീയ സമൂഹം മറന്നുപോകുമോ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം, അവിടെ കറപ്ഷൻ നടന്നു എന്നത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതല്ലേ? അവിടെ ഉത്തരക്കടലാസുകൾ എവിടെയായിരുന്നു? ഇവിടെ ആ പോയിന്റിലേക്ക് പോകാൻ നിരവധി കാര്യങ്ങളുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയൂ. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ, ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറയുന്നത് ചുവപ്പുവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറവുമായി ബന്ധപ്പെട്ട് മാന്യ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു. ചുവപ്പുവൽക്കരണത്തിനെതിരെ നടന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാവ്യവൽക്കരണം. ഞാൻ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ഈ പറഞ്ഞ കേരളയിൽ, കാലിക്കറ്റിൽ, കണ്ണൂരിൽ, KTU-ൽ ഉണ്ടായിരുന്ന സർവകലാശാല VC-മാർ എന്താ CPM-ന്റെ അംഗങ്ങളാ? അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നവരാ? അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരാ? അവരൊക്കെ ഉന്നത നിലവാരമുള്ള ആളുകളായിരുന്നു. ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ VC ആയിരുന്ന ആളായിരുന്നു. ജയരാജ് സാറ് കാലിക്കറ്റ് VC ആയിരുന്നു. എന്തിനേറെ പറയുന്നു, കേരളയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മുൻ VC-മാർ. ഇവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഏതെങ്കിലും CPM അനുകൂലമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരെ മാത്രമാണ് അന്ന് സർക്കാരൊക്കെ ഇവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലുമല്ല ചരിത്രകാരന്മാർ, ഉന്നത നിലവാരം പുലർത്തിയവർ, എല്ലാ ഘട്ടത്തിലും ഈ സർവകലാശാലകളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ. ഇതാണോ നിങ്ങൾ ഈ പറയുന്ന ചുവപ്പുവൽക്കരണം? നിങ്ങൾ പറഞ്ഞ ഉന്നത നിലവാരത്തിലേക്ക് ഇതിനെ നയിക്കാനുള്ള നിലപാടെടുത്ത സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. എന്നാൽ അതിനെ പൊളിച്ചു കളയാനാണ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ലോകത്തെ എല്ലാവിധ ഈ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾ നടപ്പിലാക്കിയതാണ്. അത് ലോക ചരിത്രത്തിലുള്ളതാണ്.
അങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള ഇടപെടലാണ് യാതൊരുവിധ അധികാരവും ഇല്ലാതെ. ഇപ്പൊ ഇവിടെ വലിയ വായിൽ ഗവർണറെ പ്രകീർത്തിക്കുന്നത് കണ്ടു. ഗവർണർ പറഞ്ഞിട്ടല്ലേ ഈ VC ഈ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്തത്? ഇത് ആർക്കാ അറിയാത്തത്? കണ്ണുകൂട്ടി ഇരുട്ടാക്കുക. ഗവർണർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ, ആ ധൈര്യത്തിലല്ലേ അല്ല ഈ സർവകലാശാല വിഷയത്തിൽ ഗവർണറെ ആരാണ് പ്രകീർത്തിക്കുന്നത്? അങ്ങനെ ഗവർണറെ ഒന്നും പ്രകീർത്തിക്കുന്നല്ലോ. ഈ ഏറ്റുമുട്ടൽ ഇങ്ങനെ തുടരുന്നത് ശരിയോ എന്നുള്ളതല്ലേ ചോദ്യം. ഇത് എത്ര കാലം ഇങ്ങനെ ഏറ്റുമുട്ടി മുന്നോട്ട് പോകാനാകും? യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന ആൾക്കാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ശരി, അങ്ങ് തുടരും. ഞാൻ വിചാരിച്ചു എന്നോടാണ് പറഞ്ഞത്. അങ്ങ് തുടരും. ബന്ധപ്പെട്ട് നമുക്ക് വിമർശനം ഉണ്ടാകുന്നില്ല. അല്ല, അദ്ദേഹം ഇവിടെ വലിയ വാതിൽ പറഞ്ഞല്ലോ, ഗവർണറാണ് ഇനി എല്ലാം തീരുമാനിക്കേണ്ടത്. ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണറെ ഈ പറഞ്ഞതുപോലെ ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ചാൻസലർ ആകും എന്നുള്ള നിയമമുണ്ട്. പക്ഷേ അത് ഇന്നേ വരെ കേരളത്തിൽ ആ നിലയിലാണ് ഉപയോഗിക്കപ്പെട്ടത്. അത് യഥാർത്ഥത്തിൽ ഗവർണർ പദവി തന്നെ എങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്? ഇങ്ങനെയാണോ ഗവർണർമാർ പെരുമാറിയിരുന്നത്? RSSന്റെ പ്രവർത്തകനായല്ലേ? സനാതനധർമ്മം പഠിപ്പിക്കണം, സ്കൂളിംഗ് ഉൾപ്പെടെ ക്ഷേത്രത്തിൽ സ്കൂളിംഗ് തുടങ്ങണം, ഗോശാലകൾ പണിയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ സർവകലാശാലയുടെ ചാൻസലർ ആയിട്ടുള്ള ഗവർണറാണ് ഇന്ന് കേരളത്തിലുള്ളത്. RSSന്റെ ഹെഡ്ഗവാറും ഗോൾവാക്കറും ഉൾപ്പെടെയുള്ളവർ എന്റെ ആരാധന പുരുഷനാണ്. ഇവരൊക്കെയാണോ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പേരിൽ വന്നിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയരുത്? CPM വിരുദ്ധത അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് എവിടെയും പോയിരുന്ന് ഫേസ്ബുക്കിൽ മറ്റെന്തോ എഴുതി തീർക്കുക, അല്ലാതെ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞ് പച്ചക്കള്ളം വിളിച്ചു പറയരുത്. എന്താണ് ഈ ചുവപ്പുവൽക്കരണം ഈ കേരളത്തിൽ ആരാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തെ ചെയ്തത്. എന്നാൽ അതിനെ ഇന്റേണലി, ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ ഇന്റേണലി പൊളിച്ചു കളയുക, കീഴടക്കാൻ കഴിയില്ലെങ്കിൽ തകർത്ത് കളയുക എന്നുള്ള നിലപാടാണ് സംഘപരിവാർ ഉപയോഗിച്ചത്. കീഴടക്കാൻ കഴിയുന്നില്ല, സർവകലാശാലകളെ കീഴടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താ വഴി? കേരളത്തെ പൊളിച്ചു കളയണം, അതിന് സർവകലാശാലകളെ പൊളിച്ചു കളയണം, അതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊളിച്ചു കളയണം, ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിൻ നടക്കണം, കേരളത്തിലെ യുവാക്കൾ ഇവിടുന്ന് പോകുന്ന നിലയിലേക്ക് ഇവിടുത്തെ സർവകലാശാലകൾ ആകെ പ്രശ്നമാണെന്നുള്ള പൊതു സ്ഥിതി വരുത്തണം. നോക്കൂ, അങ്ങനെ പ്രശ്നമായി തീർന്നു. KTUവിൽ ഇയർ ഔട്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട് SFI ഉൾപ്പെടെ എത്രയോ തവണയായി അവിടെ സമരം നടത്തുന്നു. അവിടെ തീരുമാനമെടുക്കാൻ VC തയ്യാറാവുന്നില്ല. ശരി, അങ്ങനെ നിങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരു ഏറ്റുമുട്ടൽ പാതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉന്നത അക്കാദമിക നിലവാരം എവിടെ എത്തി നിൽക്കും എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. കേരള സർവകലാശാലയിൽ ഉടലെത്തിരിക്കുന്ന ഗൗരവമുള്ള പ്രതിസന്ധിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ PS സഞ്ജീവിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ RS ശശികുമാർ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഗവർണറുടെ നടപടികളെ ശരിവയ്ക്കുന്നു. ഗവർണറും RSS വൽക്കരണത്തിനും വേണ്ടി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന RSS വൽക്കരണത്തിനും വേണ്ടിയുള്ള ആ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് സഞ്ജീവ് ഉന്നയിച്ചത്. ഇപ്പോൾ ഗവർണറുടെ ഇടപെടലിനെ വിമർശിക്കുന്നുണ്ട്, അതേസമയം തന്നെ സർവകലാശാല രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയാണ് പൊതുസമൂഹം ഈ വിഷയങ്ങളെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അക്കാദമിക നിലവാരം ഉയരുക എന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ RS ശശികുമാർ, അക്കാഡമിക് അട്രോസിറ്റി നടക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മുമ്പ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ നിയമിച്ചിരുന്ന വൈസ് ചാൻസലർമാർ, പ്രത്യേകിച്ച് എടുത്തു പറയുക ഡോക്ടർ ഇക്ബാൽ ഒരു ഇടതുപക്ഷ ഉള്ള ആളാണ്, ഡോക്ടർ അനന്തമൂർത്തി, ഡോക്ടർ ജയകൃഷ്ണൻ, CPMന്റെ കാലത്ത് നിയമിച്ചിരുന്ന എല്ലാം വളരെ പ്രധാനപ്പെട്ട അക്കാഡമിഷ്യൻസ് തന്നെയാണ്. ആർക്കും പരാതിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താ, കഴിഞ്ഞ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ PhD ഉള്ളതുകൊണ്ട് അക്കാഡമിഷ്യൻ ആവില്ല, അവരെ പാർട്ടിയുടെ വക്താക്കളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇരുത്തി എന്തിനു വേണ്ടിയാണ്? നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അനധ്യാപക നിയമനങ്ങൾ PhDക്ക് വിട്ടതുകൊണ്ട് 2000-ഓളം അനധ്യാപക നിയമനങ്ങൾ നടന്നു. യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക നിയമനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ അക്കാഡമിഷ്യൻസ് എന്ന് പറയുന്ന കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികളെ നിയമിച്ചു. ഡോക്ടർ രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ, ഗോപിനാഥ് രവീന്ദ്രനാണ് പ്രിയ വർഗീസിനെ നിയമിച്ചത്. എങ്ങനെയാണ് പ്രിയ വർഗീസിനെ നിയമിച്ചതെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ രാജീവിൻ്റെ ഭാര്യയെ കൊച്ചി സർവകലാശാലയിൽ വാണി കേസിൽ നിയമിച്ചു. എങ്ങനെ നിയമിച്ചു എന്നുള്ളത് അറിയാമല്ലോ. ഷംസീറിൻ്റെ ഭാര്യയെ കണ്ണൂരിൽ നിയമിച്ചു. അതേപോലെ തന്നെ രാജേഷിൻ്റെ ഭാര്യയെ നമ്മുടെ സംസ്കൃത സർവകലാശാലയിൽ നിയമിച്ചു. ഇവരെല്ലാം PhDയുടെ റാങ്ക് പട്ടികയിൽ ലോവർ ഡിവിഷൻകാർക്കായിട്ട് ജയിക്കില്ല. PhDയുടെ ടെസ്റ്റിൽ ഏതെങ്കിലും അവർ ജയിച്ചു വന്നിട്ടുണ്ടോ? സർവകലാശാലയിൽ ഇങ്ങനെയുള്ള വൈസ് ചാൻസലർമാർ ഇരുത്തിയപ്പോൾ അവർ 1ാം റാങ്ക് കൊടുത്ത് അസിസ്റ്റൻ്റാക്കിയപ്പോൾ ചുവപ്പുവൽക്കരണമല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ കാണുകയാണ്, വളരെ പ്രഗത്ഭനെന്ന് പറയുന്ന അക്കാഡമിഷ്യൻ എന്ന് പറയുന്ന ഗോപിനാഥ് രവീന്ദ്രൻ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇതൊക്കെയാണോ ഒരു അക്കാഡമിഷ്യൻ ചെയ്യേണ്ടത്? അത് ഇടതുപക്ഷമാണെന്നും കുഴപ്പമില്ല. അപ്പോൾ അക്കാഡമിഷ്യൻ നിലവാരത്തിൽ നിൽക്കണം. ഇങ്ങനെയുള്ളവരെല്ലാം കൊണ്ടൊന്ന് വൈസ് ചാൻസലർമാരാക്കി കാണുന്ന യാതൊരു ക്വാളിറ്റി ഇല്ലാത്തവരെ അധ്യാപകരാക്കിയപ്പോൾ കുട്ടികളെല്ലാം മറ്റ് സർവകലാശാലയിലേക്ക് പോവുകയാണ്. ഇവിടെ പറയുന്നു A+ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടി, അതേപോലെ MG യൂണിവേഴ്സിറ്റിക്ക് കിട്ടി, കാലിക്കറ്റിന് കിട്ടി. 3 സർവകലാശാലയ്ക്ക് A+ കിട്ടിയുകൊണ്ട് എല്ലാം ആയോ? 14 സർവകലാശാലയിൽ 3 എണ്ണം. തമിഴ്നാട്ടിൽ 44% യൂണിവേഴ്സിറ്റിക്ക് A+ ഗ്രേഡ് കിട്ടി.
കർണാടകയിൽ കിട്ടി. അപ്പം 3 സർവകലാശാലകൾ ഉയർത്തി കാണിക്കുന്നു. ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചമെന്ന് പറയുന്നു. നമ്മൾ ഈ രീതിയിൽ ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകരെയും സിലബസുകൾ പരിഷ്കരിക്കാതെയാക്കി ബോർഡ് ഓഫ് സ്റ്റഡീസ് മുഴുവൻ AKPCTയിലെ AKGCയിലെ അംഗങ്ങളെ ഞാൻ കാണിച്ചു തരാം. തെളിവ് എത്ര വേണമെങ്കിൽ തരാം. ഞാൻ മുൻകാലങ്ങളിൽ ഈ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മിടുക്കന്മാർ എല്ലാ പാർട്ടിയിലുമുണ്ട്. BJPയിലുമുണ്ട്, കോൺഗ്രസിലുമുണ്ട്, CPMയിലുമുണ്ട്. അവരെ നിയമിക്കട്ടെ. മിടുക്കന്മാരായിട്ടുള്ള CPMമാരായിട്ടുള്ള എത്രയോ പ്രൊഫസർമാരുണ്ട്. അവർക്ക് അവസരം കിട്ടില്ല. ഞാൻ ഗവർണറെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഒരിക്കലും ഇവർ ചുവപ്പ് വൽക്കരണം നടത്തിയപ്പോൾ അപ്പുറത്ത് കാവ്യവൽക്കരണം നടത്തുന്നതെങ്കിൽ അതിനെ ഞാൻ എതിർക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് സംശയം വേണ്ട. പക്ഷേ ഗവർണർ ഇപ്പം നടത്തിയിട്ടുള്ള താൽക്കാലിക വീസുമാരുടെ നിയമനങ്ങളിൽ 14 എണ്ണത്തിൽ 4 പേര് CPMകാരാ, 4 പേര് കോൺഗ്രസ് അനുഭാവികളാ, 4 പേര് BJPക്കാരാ. അപ്പോൾ അവർക്കൊക്കെ വ്യക്തിപരമായ രീതി രാഷ്ട്രീയം കാണും. ഈ അടുത്ത ദിവസം അക്വാട്ടിക് ബാളയിലെ പ്രൊഫസർ ബിജുകുമാറിനെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലും മലം പ്രൊഫസറായിട്ടുള്ള പ്രസാദിനെ മലം സർവകലാശാല നിയമിച്ചു. ഇവർ രണ്ടുപേരും CPM അധ്യാപക സംഘടനക്കാരാണ്. അവരെ രണ്ടുപേർക്കും ഇന്നലെ CPM അധ്യാപക സംഘടന കാര്യവട്ടം ക്യാമ്പസിൽ സ്വീകരണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗവർണർ നിയമിച്ച 2 പേർക്ക് സ്വീകരണം കൊടുക്കുന്നു. ഗവർണർ നിയമിച്ച സിസ തോമസിനെ ഖരാവ് ചെയ്യുന്നു. എന്താ ഇത് ശരിയാണോ? അപ്പോൾ അവർ നിയമിക്കുന്ന സഞ്ജീവ്, ശരി, ശ്രീ PS സഞ്ജീവ്, മറുപടി നമുക്ക് അവസാനിക്കാം. മറുപടി അങ്ങേക്ക് പറയാനുള്ളത്. ഇവിടെ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. ഒന്ന്, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് എനിക്ക് അത് മനസ്സിലാക്കുന്നത് 2006 തൊട്ട് 2011 വരെ ആയിരിക്കും. അന്ന് ഏറ്റവും നല്ല VCമാർ ഇപ്പോൾ ഉണ്ടായിരുന്ന VCമാരൊക്കെ വളരെ മോശമാണ് എന്നുള്ള നിലയിലാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് വിവിധ CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള ഇന്ന് MLAമാരും മന്ത്രിമാരും സ്പീക്കറും ഒക്കെ ആയിരിക്കുന്ന ആളുകളുടെ ഭാര്യമാരെ ഉദ്ധരിച്ചാണ്. ഇത് കേരളത്തിലെമ്പാടും ചർച്ച ചെയ്ത കാര്യമാണ്. അന്നൊക്കെ നമുക്ക് മനസ്സിലായുള്ള കാര്യം, അവരൊക്കെ ഈ നേതാക്കന്മാരുടെ അഡ്രസ്സിൽ പഠിച്ചു വന്നവരല്ല. അവരെല്ലാം അവരുടേതായിട്ടുള്ള നിലയിൽ അവരുടേതായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഭാഗമായി പഠിച്ചു വന്നവരാണ്. അങ്ങനെ ഇന്ന് ആളുടെ ഭാര്യയായി എന്നുള്ളത് കൊണ്ട് അവർക്ക് പഠിക്കാനോ അവർക്ക് ഇന്നൊരു പരീക്ഷ പാസ്സാവാനോ ഇന്നൊരു സ്ഥാനത്തേക്ക് വരാനോ കഴിയില്ല എന്ന നിലപാടാണോ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ തിരിച്ചൊരു ചോദ്യമായി ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഡിസേർവിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ അവരുടെ അക്കാഡമിക്കലി ബ്രില്യന്റ് ആയിട്ട് അവരത് തെളിയിച്ചവരാണ്. ആ നിലയിൽ അവരെ അപമാനിക്കുന്ന വിധത്തിൽ, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. അതൊക്കെ കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്തു. അതിലൊന്നും ഒരു നിയമസാധുത കുറവും കണ്ടതുമല്ല. അത് ആ നിലയിൽ തന്നെ നമ്മളെല്ലാം ചർച്ച ചെയ്തത്, തള്ളിക്കളഞ്ഞതുമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും എടുത്തിട്ട് അത് ഇന്നത്തെ VCമാരെ അപ്പോയിന്റ് ചെയ്തത് ഇതിനൊക്കെ വേണ്ടിയാണ് എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ വിഷയം ഞാൻ നേരത്തെ ഇവിടെ ഉയർത്തി കഴിഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള വിഷയം കേരളത്തിലേക്ക് ഭരണത്തിൽ അവരുടെ കേന്ദ്രീകൃതമായിട്ടുള്ള സംഘപരിവാർ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത വണ്ണത്തിൽ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പൊതുസമൂഹം നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ട നമ്മൾ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഇന്റേണലി തകർക്കാൻ അതിന്റെ ഹെഡായിട്ട് സർവകലാശാല VCമാരെ അപ്പോയിന്റ് ചെയ്ത് അതിന്മേൽ സംഘപരിവാർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവഴി ഇവിടങ്ങളിലൊക്കെയുള്ള ഭരണസ്തംഭനം കൊണ്ടുവന്ന് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ കൊഴിഞ്ഞു പോവുകയും അതുവഴി കേരളത്തിൽ ആളുകൾക്ക് പഠിക്കാനോ ജീവിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിനെതിരെയുള്ള, കേരളത്തിന്റെ എക്കണോമിക്കെതിരെയുള്ള, കേരളത്തിന്റെ പൊതുജീവിതത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഇടപെടലാണ്. അത് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ SFI VC തമ്മിൽ പ്രശ്നമാവുന്നു, SFI ഗവർണർ തമ്മിൽ പ്രശ്നമാവുന്നു, അല്ലെങ്കിൽ ഇന്ന സംഘടനകൾ ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു പൊതുപ്രശ്നമായി മാറാൻ വേണ്ടി പോകുന്നത് ഗൗരവത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹം ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതും. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ സമയമൊന്നും മതിയാവില്ല. നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവയൊക്കെ വിശദമായി ചർച്ച ചെയ്ത് പോകേണ്ടതുമുണ്ട്. ഇപ്പോൾ തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ നിയമ നടപടികളിലൂടെ മാത്രമേ ഇനി ഒരു തീർപ്പിലേക്ക് എത്തുകയുള്ളൂ എന്ന സ്ഥിതിയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. പക്ഷേ സർവകലാശാലയുടെ അക്കാദമിക നിലവാരം ഉയർത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകന്നകന്ന് പോകുന്നില്ലേ എന്ന സംശയം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരുന്നത്. നന്ദി രണ്ടുപേർക്കും.